ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെർച്വൽ ബേസ് ക്ലാസ്സിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് മെത്തേഡ്സ് നമ്മൾ നോക്കി. മൾട്ടി ലെവൽ, മൾട്ടിപ്പിൾ, ഹൈറാർക്കിക്കൽ ആൻഡ് അതർ ഇൻഹെറിറ്റൻസ് മെത്തേഡ്സ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു എക്സാമ്പിളിൽ 3 ഇൻഹെറിറ്റൻസ് മെത്തേഡ്സ് വരുന്നുണ്ട്. അതായത് മൾട്ടി ലെവൽ, മൾട്ടിപ്പിൾ ആൻഡ് ഹൈറാർക്കിക്കൽ. എക്സാമ്പിൾ നോക്കുക. അവിടെ ചൈൽഡ് ക്ലാസ്സിന് 2 ഡയറക്റ്റ് ബേസ് ക്ലാസ് ഉണ്ട്, പാരൻറ്റ് 1 ആൻഡ് പാരൻറ്റ് 2. ദെൻ പാരൻറ്റ് ക്ലാസ്സിന് കോമൺ ആയിട്ടൊരു ബേസ് ക്ലാസ് വരുന്നുണ്ട്, അതായത് ക്ലാസ് ഗ്രാൻഡ് പാരൻറ്റ്. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ക്ലാസ് 2 ടൈംസ് ഗ്രാൻഡ് പാരൻറ്റ് ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. 2 ടൈംസ്, ഫസ്റ്റ് വൺ ത്രൂ പാരൻറ്റ് 1 ആൻഡ് സെക്കൻഡ് വൺ ത്രൂ പാരൻറ്റ് 2. ഇവിടെ ഗ്രാൻഡ് പാരൻറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ബേസ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ 2 തവണ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ചൈൽഡ് ക്ലാസ്സിന് ഡ്യൂപ്ലിക്കേറ്റ് സെറ്റ്സ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് സെറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഗ്രാൻഡ് പാരൻറ്റ് ക്ലാസ്. അതൊരു ഡിസൈഡ് കണ്ടീഷൻ അല്ല, ഇറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. സോ ഇത്തരം കണ്ടീഷൻസിൽ നമുക്ക് എങ്ങനെ ഇത്തരം ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാം? അതായത് ഇത്തരം കോമൺ ബേസ് ക്ലാസ് വെർച്വൽ ബേസ് ക്ലാസ് ആക്കി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഒരു എക്സാമ്പിളിൽ ക്ലാസ് എ, നേരത്തെ പറഞ്ഞ ഗ്രാൻഡ് പാരൻറ്റ് ക്ലാസ് ബേസ് ക്ലാസ്, അതാണ് ക്ലാസ് എ എന്ന് പറയുന്നത്. ദെൻ ക്ലാസ് B1 ആൻഡ് ക്ലാസ് B2 ഇവിടെ വെർച്വലായിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സിൻറ്റാക്സ് ആണ് ഇങ്ങനെ: ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ കോളൻ, വെർച്വൽ കീവേഡ് യൂസ് ചെയ്യുക, ദെൻ പബ്ലിക് എ. ഇതാണ് പാരൻറ്റ് 1 എന്ന് പറയുന്നത്, ക്ലാസ് B1. ദെൻ പാരൻറ്റ് 2, ദറ്റ് ഈസ് ക്ലാസ് B2, അതും വെർച്വലായിട്ടാണ് ഡിറൈവ് ചെയ്യുന്നത്. അവിടെ ക്ലാസ് എ വിൽ ബി ട്രീറ്റഡ് ആസ് വെർച്വൽ ബേസ് ക്ലാസ്, വെർച്വലായിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ക്ലാസ് B2 കോളൻ വെർച്വൽ പബ്ലിക് എ. ഓക്കെ, ദെൻ ദ ചൈൽഡ് ക്ലാസ്, ദറ്റ് ഈസ് ക്ലാസ് സി. അവിടെ പാരൻറ്റ് 1 എന്നും പാരൻറ്റ് 2 എന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഫ്രം ക്ലാസ് B1 ആൻഡ് ക്ലാസ് B2. ക്ലാസ് സി കോളൻ പബ്ലിക് B1 പബ്ലിക് B2. അപ്പോൾ വെർച്വൽ ആക്കി കഴിഞ്ഞാൽ ഒരു കോപ്പി മാത്രമേ ക്ലാസ് സിയിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുള്ളൂ. ക്ലാസ് എയുടെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് മെമ്പേഴ്സ് ഒരു തവണ മാത്രമേ ക്ലാസ് സിയിലോട്ട് കോപ്പി ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അവിടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതാണ് ബേസ് ക്ലാസ്. ഇറ്റ് ഈസ് ഡിറൈവ് ടു അനദർ 2 ക്ലാസ്സസ്, ടെസ്റ്റ് ആൻഡ് സ്പോർട്സ്. വെർച്വലായിട്ടാണ് അവിടെ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ദെൻ റിസൾട്ട് എന്ന് പറയുന്നതാണ് ചൈൽഡ് ക്ലാസ്, ദറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദ ക്ലാസ്സസ് ടെസ്റ്റ് ആൻഡ് സ്പോർട്സ്. അവിടെ വെർച്വലായിട്ട് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ വെർച്വലായിട്ട് ഡിറൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ മെമ്പേഴ്സ് ഒരു തവണ മാത്രമേ റിസൾട്ട് ക്ലാസ്സിലോട്ട് കോപ്പി ചെയ്യുള്ളൂ. വെർച്വലായിട്ട് ഡിറൈവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഉണ്ടാവും, ഇറ്റ് വിൽ ഷോ ആൻ എറർ. നമുക്കിത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കാം. അവിടെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കായിട്ട് റോൾ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഇൻറ്റീജർ ടൈപ്പ്. ദെൻ റോൾ നമ്പർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇൻപുട്ട് അണ്ടർസ്കോർ റോൾ. റോൾ നമ്പർ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് കളക്ട് ചെയ്ത് റോൾ എന്ന് പറയുന്ന വേരിയബിളിൽ സേവ് ചെയ്യുന്നു. സോ ക്ലാസ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതാണ് ബേസ് ക്ലാസ്. ദെൻ അതിൻ്റെ ഡെറിവേഷൻ നോക്കാം. ക്ലാസ് ടെസ്റ്റ്, ഇറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദ ബേസ് ക്ലാസ് സ്റ്റുഡൻറ്റ്, അതുകൊണ്ടാണ് കോളൻ പബ്ലിക് സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ വരുന്ന വേരിയബിൾസും ഫംഗ്ഷനും ഇങ്ങോട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് ടു ദ ടെസ്റ്റ് ക്ലാസ്. ദെൻ അവിടെ പബ്ലിക്കായിട്ട് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വേരിയബിൾസ് പറഞ്ഞിട്ടുണ്ട്. അവിടെ മാർക്സ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇൻപുട്ട് അണ്ടർസ്കോർ മാർക്സ്. മാർക്സ് കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്ത് ഫോർ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഇറ്റ് ഈസ് സേവ് ടു ദ വേരിയബിൾസ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 റെസ്പെക്റ്റീവ്ലി. ദെൻ അനദർ ക്ലാസ്, ക്ലാസ് സ്പോർട്സ്. ഈ ഒരു ക്ലാസ്സും ഇറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദ ബേസ് ക്ലാസ് സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെ വേരിയബിളും ഫംഗ്ഷനും ഇങ്ങോട്ടും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ക്ലാസ് സ്പോർട്സിൻ്റേതായിട്ടുള്ള വേരിയബിളും ഫംഗ്ഷനും. അവിടെ വരുന്ന വേരിയബിൾ സ്കോർ, ഫ്ലോട്ട് ടൈപ്പ് ആണ്. ദെൻ സ്കോർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫംഗ്ഷൻ, ഇൻപുട്ട് അണ്ടർസ്കോർ സ്കോർ. ഓക്കെ, സ്പോർട്സ് സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നു ത്രൂ ദ കീബോർഡ്. ദെൻ ഇറ്റ് ഈസ് സേവ്ഡ് ഇൻ ദ വേരിയബിൾ സ്കോർ. ദെൻ ദ ചൈൽഡ് ക്ലാസ്, ഇവിടെ ചൈൽഡ് ക്ലാസ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് റിസൾട്ട്, ക്ലാസ് റിസൾട്ട്.
ഇറ്റ് ഈസ് ഡിറൈവ് ഫ്രം ക്ലാസ് ടെസ്റ്റ് ആൻഡ് ക്ലാസ് സ്പോർട്സ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ടെസ്റ്റ് ക്ലാസ്സിലും സ്പോർട്സ് ക്ലാസ്സിലും ബേസ് ക്ലാസ്സിൻ്റെ വേരിയബിളും ഫംഗ്ഷനും, ബേസ് ക്ലാസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെ വേരിയബിളും ഫംഗ്ഷനും ഓരോ കോപ്പി വീതം ടെസ്റ്റിലും സ്പോർട്സിലും പോയിട്ടുണ്ട്. സോ ക്ലാസ് റിസൾട്ടിലോട്ട് ഇൻഹെർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഉണ്ടാവും. ഓക്കെ, 2 തവണ ഇൻഹെർട്ട് ചെയ്യുന്നുണ്ട്. ബേസ് ക്ലാസ് സ്റ്റുഡൻറ്റിൻ്റെ ഫംഗ്ഷനും വേരിയബിളും ടെസ്റ്റ് ക്ലാസ് വഴിയും സ്പോർട്സ് ക്ലാസ് വഴിയും നമ്മൾ ഇൻഹെർട്ട് ചെയ്യുന്നുണ്ട് ടു ദ റിസൾട്ട് ക്ലാസ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എനിവേ ക്ലാസ് റിസൾട്ടിൽ മറ്റൊരു ഫംഗ്ഷൻ കൂടി വരുന്നുണ്ട്, ടോട്ടൽ. ദെൻ ടോട്ടൽ സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് ഇത് ആക്സസ് ചെയ്യുകയാണ്. ചൈൽഡ് ക്ലാസ്, അതായത് റിസൾട്ട് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇൻപുട്ട് റോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്യുന്നു. ഇൻപുട്ട് മാർക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്യുന്നു. ദെൻ ഇൻപുട്ട് സ്കോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്യുന്നുണ്ട്. ഫൈനലി ടോട്ടൽ ഫംഗ്ഷൻ ആക്സസ് ചെയ്യുന്നു, റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ വരുന്ന വേരിയബിളും ഫംഗ്ഷനും 2 തവണ ചൈൽഡ് ക്ലാസ്സിലോട്ട് ഇൻഹെർട്ട് ചെയ്യുന്നുണ്ട്. ചൈൽഡ് ക്ലാസ് എന്ന് പറയുന്നത് റിസൾട്ട് ക്ലാസ്, 1 ത്രൂ ദ ടെസ്റ്റ് ക്ലാസ് ആൻഡ് അനദർ ത്രൂ ദ സ്പോർട്സ് ക്ലാസ്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ് ഉണ്ടാവും. ഇനി നമ്മൾ കമ്പൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഷോ ആൻ എറർ. നമുക്ക് നോക്കാം. കണ്ടോ? സോ ഇത്തരം എറേഴ്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ബേസ് ക്ലാസ്സിനെ വെർച്വലായിട്ട് ഇൻഹെർട്ട് ചെയ്യുക, ബേസ് ക്ലാസ് വെർച്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. സോ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ ഇൻ ക്ലാസ് ടെസ്റ്റ് കോളൻ, ദെൻ അവിടെ വെർച്വലായിട്ട് ബേസ് ക്ലാസ് ഡിറൈവ് ചെയ്യുക, വെർച്വൽ. ഓക്കെ, ദെൻ ക്ലാസ് സ്പോർട്സ്, അതും സ്റ്റുഡൻറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നുണ്ട്. അവിടെയും വെർച്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, വെർച്വൽ കീവേഡ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബേസ് ക്ലാസ്സിനെ വെർച്വൽ ആക്കി കഴിഞ്ഞാൽ ചൈൽഡ് ക്ലാസ്സിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ 1 തവണ മാത്രമേ കോപ്പി പോകുന്നുള്ളൂ. ഓക്കെ, നമുക്കിത് റൺ ചെയ്ത് നോക്കാം. സോ അത് എക്സിക്യൂട്ട് ചെയ്തു. റോൾ നമ്പർ എൻ്റർ ചെയ്യാം, 1 2 3 4. ദെൻ പാർട്ട് 1 മാർക്സ് 45, പാർട്ട് 2 55, ദെൻ സ്പോർട്സ് സ്കോർ 10. കണ്ടോ? റോൾ നമ്പർ 1 2 3 4 ആൻഡ് ദ ടോട്ടൽ സ്കോർ ഈസ് 110. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ്സസ്. സോ ഇത്തരം അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് യൂസ് ടു ക്രിയേറ്റ് ദ ഒബ്ജക്ട്സ്. നോർമൽ ബേസ് ക്ലാസ് പോലെ അല്ല, ഇറ്റ് ഈസ് നോട്ട് യൂസ് ടു ക്രിയേറ്റ് ഒബ്ജക്ട്സ്. അതായത് അതർ ക്ലാസ്സസ് ക്യാൻ ബി ഡിറൈവ് ഫ്രം ദിസ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഡിറൈവ് ചെയ്ത ക്ലാസ്സിൽ നിന്നുകൊണ്ട് അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ വരുന്ന ഫങ്ഷൻസും വേരിയബിൾസും നമുക്ക് റീഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് എന്താണ് വെർച്വൽ ഫംഗ്ഷൻ എന്ന് കൂടി നോക്കാം. വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെമ്പർ ഫംഗ്ഷൻ ഇൻ ദ ബേസ് ക്ലാസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റീഡിഫൈൻഡ് ഇൻ അതർ ഡിറൈവ് ക്ലാസ്സസ്. അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നമുക്ക് വെർച്വൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. വെർച്വൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് ഡെറിവേഷന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഡിറൈവ് ക്ലാസ്സിൽ നിന്നുകൊണ്ട് ഇത്തരം വെർച്വൽ ഫംഗ്ഷൻസിനെ മൾട്ടിപ്പിൾ ടൈംസ് റീഡിഫൈൻ ചെയ്യാൻ പറ്റും. 1 തവണയല്ല, മൾട്ടിപ്പിൾ ടൈംസ് ഇത്തരം വെർച്വൽ ഫംഗ്ഷൻസ് ഡിഫറെൻറ്റ് ഡിറൈവ് ക്ലാസ്സിൽ നിന്നുകൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും, റീഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് വെർച്വൽ ഫംഗ്ഷൻ. അപ്പോൾ ഇത്തരം ഫംഗ്ഷൻസ് പറയുമ്പോൾ വെർച്വൽ ആക്കണമെന്നുണ്ടെങ്കിൽ വെർച്വൽ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കണം. ഫംഗ്ഷൻ നെയിമിന് മുമ്പായിട്ട് വെർച്വൽ കീവേഡ് കൊടുക്കുക. ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം. ആ ഒരു എക്സാമ്പിളിൽ ഒരു ജനറൽ ഫോമാണ് അവിടെ തന്നിരിക്കുന്നത്. ക്ലാസ് വെഹിക്കിൾ, ഇതൊരു ബേസ് ക്ലാസ് ആണ്. അവിടെ നോക്കുക, അവിടെ പ്രൈവറ്റ് മെമ്പേഴ്സും പബ്ലിക് മെമ്പേഴ്സും വരുന്നുണ്ട്. ഇതൊരു വെർച്വൽ ഫംഗ്ഷനാണ്, അതുകൊണ്ടാണ് വെർച്വൽ കീവേഡ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന് ബോഡി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വെർച്വൽ ഫംഗ്ഷൻ വിത്തൗട്ട് എനി ബോഡി ഈസ് കോൾഡ് പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ. പ്രത്യേകം നോട്ട് ചെയ്യുക, ദ വെർച്വൽ ഫംഗ്ഷൻസ് വിത്തൗട്ട് എനി ബോഡി, വിത്തൗട്ട് എനി മെമ്പേഴ്സ് ഈസ് കോൾഡ് പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ. പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്.
ഈക്വൽ ടു 0. അതായത് മെമ്പേഴ്സ് ഒന്നും തന്നെ ഈ ഒരു വെർച്വൽ ഫംഗ്ഷൻ ഇല്ല. സോ ഇതൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്, അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല ഫങ്ഷൻസ്. ഓക്കെ, ബട്ട് ഇത്തരം അബ്സ്ട്രാക്ട് ക്ലാസ് ഡിറൈവ് ചെയ്യാൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് നോക്കുക, ക്ലാസ് LMV. ഇറ്റ് ഈസ് ഡിറൈവ് ഫ്രോം ദ അബ്സ്ട്രാക്ട് ക്ലാസ് വെഹിക്കിൾ. കണ്ടോ, കോളൻ പബ്ലിക് വെഹിക്കിൾ. അപ്പോൾ പബ്ലിക് ഫീൽഡിൽ വരുന്ന മെമ്പേഴ്സ് ഇങ്ങോട്ട് കോപ്പി ചെയ്യും. ദെൻ സ്പെക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഡെഫിനേഷൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ മറ്റൊരു ക്ലാസ് ഉണ്ട്, ക്ലാസ് HMV. ഇറ്റ് ഈസ് ഓൾസോ ഡിറൈവ് ഫ്രം ദ അബ്സ്ട്രാക്ട് ക്ലാസ് വെഹിക്കിൾ. ഇവിടെ വീണ്ടും സ്പെക് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ റീഡെഫിനേഷനാണ് വരുന്നത്. ക്ലാസ് LMVയിൽ ഒരു തവണ ഡിഫൈൻ ചെയ്തു. ഇനി HMVക്ക് വേണ്ടി, ക്ലാസ് HMVക്ക് വേണ്ടി മറ്റൊരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം, മൾട്ടിപ്പിൾ ടൈംസ് റീഡിഫൈൻ ചെയ്യാം. ദെൻ മറ്റൊരു ക്ലാസ് വരുന്നുണ്ട്, ക്ലാസ് 2 വീലർ, ക്ലാസ് TW. ഇറ്റ് ഈസ് ഓൾസോ ഡിറൈവ് ഫ്രം ദ അബ്സ്ട്രാക്ട് ക്ലാസ് വെഹിക്കിൾ, കോളൻ പബ്ലിക് വെഹിക്കിൾ. അവിടെയും സ്പെക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലാസ് 2 വീലറിന് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെർച്വൽ ഫങ്ഷൻസ് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ക്ലാസ് വെഹിക്കിളാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ വരുന്ന ഫങ്ഷൻസ്, വെർച്വൽ ഫങ്ഷൻസ്, മൾട്ടിപ്പിൾ ടൈംസ് അതർ ക്ലാസ്സിൽ നിന്നുകൊണ്ട് റീഡിഫൈൻ ചെയ്യാൻ പറ്റും.